കൊക്കൈൻ വിഴുങ്ങി കടത്താൻ ശ്രമിച്ച കേസിൽ ടാൻസാനിയൻ വനിത അറസ്റ്റിലായി. 90 ലഹരി ക്യാപ്സൂളുകളാണ് ഇവർ വിഴുങ്ങിയിരുന്നത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വിഴുങ്ങിയ ക്യാപ്സൂളുകൾ പുറത്തെടുത്തു. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതി ഇവരെ റിമാൻഡ് ചെയ്തു. അറസ്റ്റ് രേഖപ്പെടുത്തി അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ വെറോണിക്കയെ റിമാൻഡ് ചെയ്തു. ഇവർക്കൊപ്പം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ DRAയുടെ പിടിയിലായ ആഫ്രിക്കക്കാരനായ ഒമാറി അത്തുമണി ജോങ്കോ റിമാൻഡിലാണ്. ഈ മാസം 16-നാണ് ഇവർ പിടിയിലായത്. കോടികൾ വിലമതിക്കുന്ന കൊക്കൈൻ ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി വിഴുങ്ങി കടത്തിക്കൊണ്ടുവരുമ്പോഴായിരുന്നു ആഫ്രിക്കൻ സ്വദേശികൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ DRAയുടെ പിടിയിലായത്. രാജ്യാന്തര വിപണിയിൽ 30 കോടി രൂപ വില വരുന്ന കൊക്കൈനായിരുന്നു ഇരുവരും ചേർന്നെത്തിച്ചത്. കൊച്ചിയിൽ നിന്ന് ആഭ്യന്തര വിമാനത്തിൽ ഡൽഹിയിലോ മുംബൈയിലോ എത്തിക്കുകയായിരുന്നു ലക്ഷ്യം. പ്രതികളെ DRA കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. വിഴുങ്ങിയ ക്യാപ്സ്യൂളുകൾ മുഴുവൻ പുറത്തെത്തിക്കാൻ കഴിയാതിരുന്നതിനാൽ DRAയുടെ നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ തുടരുകയായിരുന്നു വെറോണിക്ക അഡ്രഹം ദുങ്കുരു. വെറോണിക്ക രോഗബാധിതയായതിനാലാണ് ക്യാപ്സ്യൂളുകൾ മുഴുവൻ പുറത്തെത്തിക്കാൻ 2 ആഴ്ചയോളം എടുത്തത്. ജനം, കൊച്ചി.